ഹായ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഈജിപ്ഷ്യൻ നാഷണൽ ഡിഷായ ഖൊഷാരിയാണ്. അപ്പോൾ ഖൊഷാരി എന്ന് പറയുന്നത് ഇഷ്ടംപോലെ കാർബ്സും ഇഷ്ടംപോലെ പ്രോട്ടീനൊക്കെ ഉള്ള വളരെ റിച്ച് ആയിട്ടുള്ള ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മളിങ്ങനെ എൻഡ് ഓഫ് ദി ഡേ ഖൊഷാരി ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പി ആണെങ്കിലും അതിന് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ വേണ്ടി വരും. പിന്നെ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ ഒരു പൊടിക്ക് ഞാൻ ഇന്ത്യൻ ടച്ചൊക്കെ ഇട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളൊന്ന് ആദ്യം കാണിച്ചു തരാം. 3 അല്ലി വെളുത്തുള്ളി ഞാൻ വളരെ കുനുകുനയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് സവാള, ഇതൊരു അര സവാള കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് മസൂർ ദാൽ അല്ലെങ്കിൽ ബ്ലാക്ക് ലെൻറ്റിൽസ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് വേവിച്ചപ്പോൾ ഞാൻ കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ജീരകപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലേശം വെളുത്തുള്ളി ഫ്ലേവറിന് ആഡ് ചെയ്തു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അതുപോലെ വേവിച്ച് വെച്ച മസൂർ ദാലാണിത്. പിന്നെ അതിന് പുറമെ നമുക്ക് മെയിനായിട്ട് ഇതിന് വേണ്ടത് ഈജിപ്ഷ്യൻ റൈസാണ്. ഈജിപ്ഷ്യൻ റൈസ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഷോർട്ട് ഗ്രെയിൻ ആയിട്ടുള്ള റൈസാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിന് എന്നാ ബസുമതി റൈസ് പറ്റുമോ? പറ്റും, എന്ത് റൈസ് വേണേലും പറ്റും. പക്ഷേ നമ്മുടെ ഈജിപ്ഷ്യൻ ഖൊഷാരി ഒതൻറ്റിക് റെസിപ്പിയിൽ അവർ ഇതുപോലത്തെ ഷോർട്ട് ഗ്രെയിൻ റൈസാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് ഞാനത് കാണിച്ചെന്നുള്ളൂ. പിന്നെ അതിന് പുറമേ നമുക്ക് വേണ്ടത് പാസ്തയാണ്. പാസ്ത ഞാനിത് അരക്കപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളക്കടല അരക്കപ്പ് വേവിച്ച് വെച്ചു. ഇത് സവാള ഫ്രൈ ചെയ്തതാണ്. ഞാൻ കുറച്ച് ഓൾ പർപ്പസ് ഫ്ലവറും ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ച സവാളയാണിത്. പിന്നെ നമുക്ക് വേണ്ടത് അരക്കപ്പ് വെർമിസിലി. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഭീകരമായിട്ട് കുറേ പ്രിപ്പറേഷനൊക്കെ ചെയ്യേണ്ടി വരും തോന്നും. ചെയ്തോന്ന് ചോദിച്ചാൽ കുറച്ച് പ്രിപ്പറേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഒരു റെസിപ്പി നമ്മൾ കാണിക്കുമ്പോൾ അതിൻ്റെ തനതായ രീതിയിൽ നമ്മൾ കാണിക്കണമല്ലോ. അപ്പോൾ ഇത്രയും പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്തു വെച്ചാൽ പിന്നെ നമ്മുടെ റെസിപ്പി ഭയങ്കര സിമ്പിളാണ്. അതായത് നമ്മുടെ കുക്കിംഗ് പാർട്ട് ഇസ് വെരി സിമ്പിൾ. ഓക്കെ, അപ്പം നമുക്കിനി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അതിനുവേണ്ടി ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ അര കപ്പ് വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാവേ. ഇതുപോലെ ഖൊഷാരി ഉണ്ടാക്കുമ്പോൾ വെർമിസെല്ലി ഇടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ വെർമിസെല്ലി ബ്രൗൺ ആയപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. അരി ഞാൻ 1 കപ്പ് ഈജിപ്ഷ്യൻ റൈസ് കഴുകി വാലാൻ വെച്ചിട്ടുള്ള റൈസാണിത്. 1 കപ്പ് റൈസിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാൽ ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഇത്രയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. തിളച്ച് തുടങ്ങി. നമുക്കിനി ഇത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് സിമ്മിട്ട് വേവിക്കാം. അരി വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിൽ ഞാൻ 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. പാൻ ചൂടായപ്പം ഞാൻ അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1 ക്യാൻ ടൊമാറ്റോ പ്യൂരി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 3 ടീസ്പൂൺ വിനാഗിരി. ഇത്രയിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ചോറ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ ചോറ് നല്ലതായിട്ട് വെന്ത് കിട്ടി. അത്രയും മതി. ഞാൻ ചോറിൻ്റെ അടുപ്പ് ഓഫ് ചെയ്തായിരുന്നു. സോസ് ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ഞാൻ അടുപ്പത്തിട്ട് ഇളക്കി. ഇതിപ്പോൾ ഞാനൊരു 6 മിനിറ്റ് അടുപ്പത്തിട്ട് വേവിച്ചു. എന്നിട്ട് അടുപ്പ് ഓഫ് ചെയ്യാണ്. നമ്മുടെ സോസ് റെഡിയായി. ഇനി നമുക്ക് റൈസ് സെർവ് ചെയ്യാം. അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം.
പാസ്ത 1/2 കപ്പ് മതി. ഞാനിവിടെ കൂടുതൽ ഇട്ടിരിക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ നടുക്കേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മസൂർ ദാൽ നമുക്ക് ഇതിൻ്റെ സൈഡിലിട്ട് കൊടുക്കാം. മുകളിലായിട്ട് നമുക്ക് വേവിച്ച് വെച്ച ചിക്ക് പീസ് ഇട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫ്രൈഡ് ഓണിയൻസ് തൂളിക്കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മുടെ ഈജിപ്ഷ്യൻ ഖൊഷാരി ഈസി ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഖൊഷാരി റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നമുക്കിനി അടുത്ത റെസിപ്പിയിൽ കാണാം. ബൈ.